ചേന്നമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരുടെ ജീവനെടുത്ത ക്രൂരമായ കൊലപാതകം നടന്ന കേസിലെ പ്രതി ഋതു വിജയന്റെ വീടാണ് കാണുന്നത്. വീട് ഒരു സംഘം എത്തുകയും വീടിന്റെ കോൺക്രീറ്റ് അടക്കം തകർക്കുകയും ജനൽച്ചില്ലുകൾ തകർക്കുകയുമായിരുന്നു. മുൻവശത്തുണ്ടായിരുന്ന കസേരകളടക്കം തകർന്ന നിലയിൽ കാണപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നതാണ് പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നത്. ഈ സംഭവം നടന്ന ശേഷമാണ് പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ സ്ഥലത്തേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഇത് ഏത് രീതിയിലാണ് ഈ സംഭവം ആസൂത്രണം ചെയ്തത്, ആരാണ് നടപ്പിലാക്കിയത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വിശദമായ അന്വേഷണം തന്നെ പോലീസിന് നടത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. 2 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ഇതിൽ ആദ്യഘട്ടം മുതൽ തന്നെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്ക് വലിയ രീതിയിലുള്ള അമർഷമുണ്ടായിരുന്നു. കാരണം ഒരു കുടുംബത്തിലെ 3 പേരെ അതിക്രൂരമായി കൊലപ്പെടുത്തുക, 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ കൺമുമ്പിൽ വെച്ച് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട 3 പേരുടെ ജീവൻ നഷ്ടമാവുക, ഇപ്പോഴും ഒരാൾ ജീവന് വേണ്ടി മല്ലിടുക, അങ്ങനെ നാടിനെ നടുക്കിയ ഒരു കൊലപാതകമാണ് എന്ന് തന്നെ ഈ കേസിനെ വിശേഷിപ്പിക്കേണ്ടി വരും. അങ്ങനെ ഒരു സംഭവത്തിൽ പ്രതിയെ പോലീസ് സ്റ്റേഷന് പുറത്തേക്ക് ഇറക്കിയപ്പോഴൊക്കെ നാട്ടുകാർ വലിയ തോതിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ആ ഘട്ടത്തിലൊക്കെ കണ്ടതാണ്. അതിന്റെ തുടർച്ചയാണോ ഈ നടന്നിരിക്കുന്ന സംഭവങ്ങൾ എന്നതാണ് പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നത്. ഈ സംഭവം നടന്ന സമയത്ത് നടന്നതിന് തൊട്ട് മുമ്പ് വരെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്തുണ്ടായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് സമീപത്തുള്ള ആളുകളുടെ മൊഴി അടക്കം എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി തിരികെ വന്നപ്പോഴാണ് ഇവിടെ ഇത്തരത്തിൽ ജനൽച്ചില്ലുകളടക്കം തകർന്ന രീതിയിൽ, വീടിൻ്റെ മുൻഭാഗത്ത് കോൺക്രീറ്റുകളടക്കം തകർത്ത രീതിയിൽ കണ്ടെത്തിയത്. വീടിനകത്തേക്ക് കടന്നിട്ടില്ല. വീടിൻ്റെ ജനൽച്ചില്ലുകളും മുൻഭാഗവും ഒക്കെയാണ് തകർത്തിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ വിശദമായി തന്നെ ഒരു പരിശോധന നടത്തുന്നുണ്ട്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി തെളിവെടുപ്പടക്കം നടത്തേണ്ടതുണ്ട്. പ്രതി ഇവിടെ എത്തിച്ചുള്ള തെളിവെടുപ്പടക്കം നടത്തേണ്ടതുണ്ട്. അത് വലിയൊരു വെല്ലുവിളിയാകും പോലീസിന്. കാരണം അത്രമാത്രം പ്രതിഷേധവും വിമർശവും ഒക്കെ ഈ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും വീടിന് വിന്യസിച്ചിട്ടുണ്ട്, വീടിന് സമീപത്തായി വിന്യസിച്ചിട്ടുണ്ട്. ഇനി തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന് കടക്കുമ്പോഴും ഈ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ മറികടന്ന് അത് പൂർത്തിയാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വീടിന് പരിസരത്ത് വിന്യസിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് ഇതിൽ കുറ്റക്കാരായത് തുടങ്ങിയ കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സ്വാഭാവികമായും ആളുകൾക്ക് ഇങ്ങനെയൊരു ക്രൂര കൊലപാതകം നടന്ന നാട്ടിലെ പ്രദേശവാസികൾക്ക് പ്രതിഷേധമുണ്ടാവും. അവരുടെ ബന്ധുക്കൾക്കടക്കം വലിയ രീതിയിലുള്ള അമർഷമുണ്ടാകും. അതിൻ്റെ തുടർച്ചയാണോ ഈ നടന്ന സംഭവങ്ങൾ എന്നത് തന്നെയാണ് പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ അനീഷ് തോട്ടയ്ക്കാടിനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്.